കുറേ നാളുകൾക്ക് ശേഷം ഒരു നല്ലൊരു മലയാളം മൂവി തിയേറ്ററിൽ പോയി കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഈ വർഷം പുറത്തിറങ്ങിയ ബാലൻ എന്ന മൂവിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ആർട്ടിസ്റ്റിൻ്റെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. എസ്പെഷ്യലി ദ വൺ ഹൂ പ്ലേഡ് ബാലൻ. ഒരമ്മയുടെയും മകൻ്റെയും ജീവിതത്തിലൂടെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. അമ്മ തൻ്റെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ചെറിയ കഥയിലൂടെയാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. പിന്നീട് അമ്മ പറഞ്ഞു കൊടുക്കുന്ന വിവിധങ്ങളായ കഥകളിലൂടെയാണ് ഈ ബാലൻ ജീവിച്ചു പോരുന്നത്. ഓരോ കഥകളിലും പുതിയ പേരും സാഹചര്യങ്ങളും അവൻ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ കൊണ്ട് ആ ബാലൻ അമ്മയെ നഷ്ടപ്പെടുകയാണ്. പിന്നീട് അമ്മയെ തിരഞ്ഞുള്ള അവൻ്റെ യാത്രയാണ് സിനിമയിലുടനീളം കാണിക്കുന്നത്. ആ യാത്രക്കിടയിൽ അവൻ പല പുതിയ മുഖങ്ങൾ കണ്ടുമുട്ടുകയും പല സാഹചര്യങ്ങളിൽ ജീവിക്കുകയും ചെയ്യേണ്ടി വരികയാണ്. സ്വന്തം അമ്മയെ കണ്ടുകിട്ടാനായിട്ട് മറ്റെന്തും അവൻ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാവുകയാണ്. സിനിമ കഴിയുമ്പോൾ അമ്മയും മകനും തമ്മിലുള്ള ഒരു ആത്മാർത്ഥ സ്നേഹം പോർട്രേ ചെയ്യുന്ന ഒരു മൂവി എന്ന് നമുക്ക് തോന്നാമെങ്കിലും സിനിമയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിൻ്റെ മറ്റു മുഖങ്ങൾ നമുക്ക് പ്രത്യക്ഷമാവുകയാണ്. അതിലെ താക്കോൽ എന്ന ഒരു ബാലകവിത സിനിമയുടെ മറ്റു തലങ്ങളിൽ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. കവിതയിലെ കുഞ്ഞൻ തവളയെ ആ ബാലനായിട്ടും കളഞ്ഞുപോയ താക്കോൽ അവൻ്റെ ബാല്യകാലവുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. മകനെ സംരക്ഷിക്കണമെന്നൊരു അമ്മയുടെ ആഗ്രഹത്തിന് മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ ആ കുട്ടിയുടെ ബാല്യകാലം നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. സിനിമയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ബാല്യകാലം നഷ്ടപ്പെട്ടതുപോലും അറിയാതെ ആ ബാലൻ വീണ്ടും അമ്മയുടെ അടുക്കിലേക്ക് തിരികെ എത്തുകയാണ് പുതിയ കഥകൾക്കായി. അവൻ്റെ അമ്മയും അമ്മയുടെ കഥകളും എത്രമാത്രം അവനെ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഈ സിനിമ കാണിച്ചു തരുന്നു. ആൻഡ് പറ്റുകയാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണുക. ഇറ്റ് ഈസ് എ ഗുഡ് മൂവി.